കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ സ്വന്തം ഏത് പ്രളയം വന്നാലും എന്ത് വന്നാലും നമ്മളെല്ലാവരും രക്ഷിക്കാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം മത്സ്യത്തൊഴിലാളികൾക്കെതിരെ നമ്മുടെ സ്വന്തം പൂക്കി മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്കത് ചെറിയൊരു കാര്യമാണെങ്കിൽ നമുക്കത് വലിയൊരു കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് കുറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്? അവര് കടലിൽ പോയിട്ട് ഇപ്പൊ കാണാതായിട്ട് ഒരാഴ്ചയോളം ആകാറായിട്ടുണ്ട്. ആ ഒരു സമയമായിട്ടും അവരെ അന്വേഷിക്കാനോ, ഇന്നലെ ഞാൻ കണ്ട ന്യൂസാണ്, അതായത് കോസ്റ്റ് ഗാർഡ് തിരിച്ചു വരുവാണ്, അവരെ തെരഞ്ഞെടുത്ത് കിട്ടിയില്ല എന്നുള്ള. ഇതിനേക്കാൾ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ സിസ്റ്റം ശരിയാക്കാൻ വന്ന ആളാണല്ലോ. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ്, കടലാണ് സമയമെടുക്കും. അതെ, ഇങ്ങനെയാണ് പറയണ്ടേ? ഇത് നമ്മള് എന്താണ് വേറെന്തെങ്കിലും കാര്യം പറയുമ്പോഴാണ് ഇത് നഷ്ടപ്പെട്ടത് കുറെ ജീവനുകളാണ്, അവർക്ക് വേണ്ടിയിട്ടാണ്. കടലാണ് സമയം എടുക്കും. ഇത് നമ്മൾ വേറെ ഏതൊരു സിനിമയിൽ കേട്ട ഡയലോഗ് അല്ലേ? അതെ, കടൽ പരന്നു കിടക്കാൻ നമുക്കറിയാം, സമയം എടുക്കുന്ന അറിയാം. ആ സമയം എടുക്കുന്ന ഇവർ നമ്മളോട് പറയലല്ലോ ഇവരുടെ ഡ്യൂട്ടി. അതിലൊരു മത്സ്യത്തൊഴിലാളിയുടെ കടലിൽ കാണാതെ പോയ ഒരു അച്ഛന്റെ മകള് സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതായത്, നിങ്ങൾ ഞങ്ങളുടെ സെർവൻസ് ആണ്. അതായത് ആ ജനാധിപത്യം എന്താണെന്ന് അറിയുന്ന ഒരു കുട്ടിയാണ്. കാരണം അവർ നമ്മുടെ രാജാക്കന്മാരല്ല, നമ്മളാണ് ശരിക്കും രാജാക്കന്മാര്. പക്ഷെ എന്നിട്ടും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇവരോട് പറയാൻ പോകുമ്പോൾ നമ്മൾ കാത്തു കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. നമുക്ക് ഡയറക്റ്റ് പോയി സംസാരിക്കാൻ പറ്റുന്നില്ല. സംസാരിക്കാൻ പറ്റാത്തതിനെ കാണുന്നത് തന്നെ നൂറാമാലകളുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരായ ആളുകൾക്കാണ് ഈ നൂറാമാലകൾ ആവശ്യം. അല്ലാതെ അത്യാവശ്യം സമൂഹത്തിൽ നല്ലൊരു ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ എവിടെയെങ്കിലും കാത്തു കെട്ടിയിരിക്കേണ്ട അവസ്ഥയുണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഇല്ല, ഡയറക്റ്റ് അവിടെ പോയി സംസാരിക്കാം, കഴിഞ്ഞിറങ്ങാം. അപ്പോഴും വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയവര് ആ ഒരു സമയത്ത്, ഇലക്ഷന്റെ സമയത്ത് ഇവര് വീട്ടില് കയറി ഇറങ്ങി, എന്തായാലും നമ്മൾ കെ സി വേണുഗോപാലെ കണ്ടതാ, കടലയൊക്കെ എടുത്ത് കഴിക്കുന്നു, കപ്പയ്ക്ക് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നു, എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്. അതെ, ഭയങ്കര പ്രഹസനങ്ങൾ, അതൊക്കെ നമ്മൾ കണ്ടതാ. ആ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ ജനങ്ങൾ ഇവർക്ക് വേണം. എന്നാൽ ഇപ്പോൾ ജനങ്ങൾ ഇവർക്ക് വേണ്ട. അതെ, പാലം കടക്കാൻ നാരായണ, ഇനി അടുത്ത 5 വർഷം കഴിയുമ്പോഴായിരിക്കും നമ്മളിങ്ങനെ കപ്പ ബിരിയാണിയുടെ കാര്യവും അതെ കപ്പ ഇളക്കിയതിന്റെ കാര്യം, കപ്പയുടെ വേവ് കുറവാണ്, കന്നിക്ക് ഉപ്പ് കുറവാണ്, നിങ്ങൾ പല കാര്യങ്ങളും അറിയുന്നേ. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ആ ഒരു കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ആ കുട്ടിയുടെ അച്ഛനെ കാണാണ്ട് പോയിട്ട് 5 ദിവസത്തിലേറെയായി. ഇതുവരെയായിട്ടും ആരും ഇതൊന്നും അന്വേഷിക്കുന്നില്ല, എന്താണ് സംഭവിച്ചതെന്ന് പോലും വരുന്നില്ല. നമ്മൾ അറിഞ്ഞാണ് സുരേഷ് ഗോപി, അതായത് MP ആയ സുരേഷ് ഗോപി വരെ അവർക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, കണ്ടു കിട്ടി തരാം, അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കാവുന്ന ആ ഒരു ഉറപ്പ് ഇവരാരും ഇവിടുന്ന് കൊടുത്തിട്ടില്ല. അവർക്ക് അതാണ് പ്രശ്നം. ഇപ്പൊ നമ്മൾ കണ്ട ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പം മുതൽ ഒരുപാട് അമ്മമാരും ഭാര്യമാരും മക്കളും അവിടെ ഇരുന്ന് കരയുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തിനാ ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അർജുൻ ആയെങ്കിൽ പോലും കളിയാക്കിയ ഒരു പോസ്റ്റ് ഇട്ടതാ. അത് ഭയങ്കര കൊള്ളുന്ന ഒരു അത് തന്നെയാണ്. കാരണം ആ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ ഞാൻ പോയിരുന്നുവെങ്കിൽ, അതായത് അർജുൻ ആയെങ്കിൽ എന്നൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെങ്കിലും തപ്പിക്കൊണ്ട് വന്ന് ആ കരയുന്ന അമ്മമാർക്ക് മകനെയും അതേപോലെ ഭാര്യമാർക്ക് ഭർത്താവിനെയും പിന്നെന്താ അച്ഛനെയും ഒക്കെ കിട്ടിയനെന്ന് പറഞ്ഞു. ഒരുപോലെ നമുക്ക് അപഹാസ്യകരമെന്ന് ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണിത്. പക്ഷെ ഇങ്ങനെ ഒരു പോസ്റ്റ് അദ്ദേഹം എന്ന് വെച്ചിട്ട് അദ്ദേഹത്തെ നമ്മൾ ഹരിചന്ദ്രനാക്കുമൊന്നുമല്ല. കാരണം അദ്ദേഹം ചെയ്തത് നമ്മുടെ കേരള പോലീസിനെ, നിയമത്തെ വരെ വെല്ലുവിളിക്കുന്ന രീതിയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക്, ഇന്നലെ അറസ്റ്റിലായി കഴിഞ്ഞിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, കടലിൽ കാണാണ്ട് പോയത് കണ്ടുകിട്ടിയാ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കണ്ടു കിട്ടിയോ? ഇല്ല. എന്നാ ഈ മൈക്കും തൂക്കി ഇങ്ങനെ നടക്കുന്ന ആളുകളുണ്ടല്ലോ, അതായത് അവര് അവിടെ പോയി എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോ ചില സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകളുടെ മാത്രമേ ഇവർ ശ്രദ്ധിക്കുള്ളൂ. എന്നിട്ടും ഈ പെൺകുട്ടിയുണ്ട്, ആ ഒരു അച്ഛനെ കാണാതെ പോയ മകള് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ, സോഷ്യൽ മീഡിയയില പത്രങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോ അതിൽ വന്ന കമന്റ്സ് കാണണം, അച്ഛനെ അല്ലേ കാണാണ്ട് പോയി, ഈ കുട്ടിക്ക് ഒരു ഇമോഷൻസും ഇല്ലേന്ന്. അപ്പൊ ആ ഇമോഷൻസ് വെച്ചിട്ട് ആ കുട്ടിക്ക് ചോദിക്കാതിരിക്കുമ്പോ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്തോണ്ടാണല്ലോ ആ കുട്ടിക്ക് ആ ഒരു സന്ദർഭത്തിൽ വന്നത് ഇത്രയും മാധ്യമങ്ങളുടെ മുമ്പ് വെച്ച് ചോദിക്കേണ്ട കാര്യം വരുന്നത്. അതെ, എന്നിട്ട് അവളുടെ വായടയ്ക്കാൻ വേണ്ടി സംസാരിക്കുന്നതാണ്, അച്ഛനാണ് പോയത്, അതിന്റെ ഇങ്ങനെ കുറച്ച് ഇമോഷൻസ് കാണിക്കാൻ. പ്രബുദ്ധ മലയാളികളാ. അതെ, പ്രബുദ്ധ മലയാളികളാ. ഈ പ്രബുദ്ധ മലയാളികളുടെ ടാഗ് തന്നെ ഇപ്പൊ നമ്മളെ പോലുള്ള മലയാളികൾക്ക് വളരെ അവകാശകരമായിരിക്കുന്നു. കാരണം ഈ പ്രബുദ്ധ മലയാളികൾ എന്ന് പറയുമ്പോൾ എന്റെ കോൺസെപ്റ്റിൽ പ്രബുദ്ധ മലയാളികൾ ഔചിത്യബോധം ഉള്ളവരാ. എന്നാൽ ഇവിടെയുള്ള ഇപ്പോഴത്തെ മലയാളികൾക്ക് ഔചിത്യബോധം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല.
ഇതൊക്കെ നമ്മൾ കാണുന്ന ഓരോ പോസ്റ്റിന് താഴെ വരുന്ന കമന്റ് വായിച്ച് തന്നെ നമുക്കറിയാം എന്ത് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നതെന്ന്. ഇത് മാത്രമല്ല, ഇന്ന് രാവിലെ ഇതേ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം കേട്ടു. നമ്മുടെ ഇടത് സർക്കാർ ഭരിച്ച 10 വർഷത്തിനിടയ്ക്ക് കാണാണ്ടായവരുടെ 140-141 ഏതോ ഒരു നമ്പർ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവരിങ്ങനെ പറയുമ്പോൾ ഞാൻ കണ്ടൊരു റീലിൽ താഴെ വന്നേക്കുന്നതാണ്, നമ്മുടെ ലാലേട്ടൻ മോഹൻലാൽ സിനിമ പോലെയാണ് ഫാൻസുകാർ. അതായത് നമ്മൾ 100 കോടി ക്ലബ്ബിൽ കയറുന്ന പടങ്ങളാണല്ലോ എടുത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ലാലേട്ടന്റെ ഇത്ര പടങ്ങൾ ക്ലബ്ബിൽ കയറിയത് 10 ആണെങ്കിൽ മമ്മൂക്കാട് 9 കയറിയുള്ളെങ്കിൽ നമ്മളിങ്ങനെ പറയല്ലോ ഫാൻ ബേസ് വെച്ചിട്ട് അവരെ താഴ്ത്തിക്കെട്ടാൻ നോക്കുമല്ലോ. അതുപോലെയാണ് കാണാതായവരുടെ എണ്ണം പറഞ്ഞ് ഇപ്പോ നമ്മുടെ ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ കലപില കൂടുന്നത്. എന്താ അതിന്റെ അർത്ഥം? അത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ചനം കുത്തുക എന്നുള്ള ഒരു പറച്ചിലുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ കണ്ട കാര്യമാണ്, 141 പേര് കടലിനടിയിലുണ്ട് 10 കൊല്ലമായിട്ട്. ശരി, 10 കൊല്ലമായിട്ട്. എന്നാ പിന്നെ ആ 141 പേര് തപ്പി കഴിഞ്ഞിട്ട് വേണോ? ആദ്യം 141 പേർക്കാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഇപ്പൊ കാണാതെ പോയവർക്കാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഇപ്പൊ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ 10 വർഷത്തെ കണക്കെടുത്ത് പറയാനാണെങ്കിൽ, 10 വർഷത്തിന്റെ തനിയാവർത്തനം നടത്താനാണെങ്കിൽ ഇവരെ നമ്മൾ പിന്നെ ഇവിടെ ഭരണം മാറ്റി മറ്റൊരു ഓപ്ഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും. നമ്മൾ അവർക്ക് 3.0 കൊടുത്താൽ പോരെ? അപ്പൊ ആ 3.0 കൊടുക്കാത്തതിന്റെ കാര്യം തന്നെ ഈ 2.0 തന്നെ എന്തൊക്കെയോ അപാകതകൾ ഉള്ളത് കൊണ്ടാണല്ലോ. ഇനിയും രാജവാഴ്ച വേണ്ടാന്നുള്ളത് കൊണ്ടാണല്ലോ. ഏകാധിപതിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഏകാധിപതി ഭരണം നമ്മൾ ഇവിടെ അവസാനിപ്പിച്ച് ഈ കോൺഗ്രസിന്റെ അധികാരത്തിലേറി UDF അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇപ്പോൾ ഈ സംഭവത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഇവരല്ലേ? അല്ലാതെ ആ 10 വർഷത്തെ ഈ കടലിനടിയിൽ 141 പേര് കിടക്കേണ്ടത് പറഞ്ഞിട്ട് ഇപ്പൊ കാണാതായവർക്ക് ഒരു ന്യായം പറച്ചിലല്ല അത്. ശരിക്കും ഒരിക്കലും അത് ഭയങ്കര മുട്ടാനായം തന്നെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ PSC വിഷയം ഇപ്പോൾ വരുന്നുണ്ട്. ആ PSC വിഷയത്തിലും 10 കൊല്ലമായിട്ടുള്ള കണക്കാണ് എടുത്തു പറയുന്നത്. ഈ 10 കൊല്ലത്തിൽ നടന്ന അതേ അതിക്രമവും അതേ സ്വർണ്ണക്കൊള്ളയും അതേ അഴിമതിയും ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവരെന്തിനാണ് ഇവിടെ? ഇവരെന്തിനാണ് ഇവിടെ? മാറ്റം ആഗ്രഹിക്കാനായിട്ടാണല്ലോ കൊണ്ടുവന്നത്. അപ്പൊ ഈ മാറ്റം ആഗ്രഹിക്കാൻ കൊടുന്നവർ തന്നെ 10 വർഷത്തെ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ 10 വർഷത്തെ കണക്ക് പറയാനാണെങ്കിൽ 10 വർഷത്തെ കണക്കിന്റെ ഡാറ്റ ബാക്കിയുള്ളവർ എടുത്ത് പറഞ്ഞാൽ പോരെ? ഈ 10 വർഷത്തെ കാര്യം ഇപ്പൊ ഈ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. കള്ളം വിജയനാണെന്ന് എല്ലാവർക്കും അറിയാം. സ്വർണ്ണ കൊള്ള നടത്തിയത് ആരാന്നറിയാം. എല്ലാം ഇവിടെ എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചതെന്ന് അറിയാം. പക്ഷെ ആ 10 കൊല്ലത്തിൽ നടന്ന കാര്യങ്ങൾ മാത്രം ഇവർക്ക് മറുപടി പറയാനുള്ളൂ എങ്കിൽ ഇവരുടെ മറുപടി എന്ത് മറുപടിയാണ്? അധികാരത്തിൽ കയറിയിട്ട് ഇത്രയും നാളായല്ലോ, ഇനി അധിക നാൾ കൂടി, ഈ 5 വർഷം കൂടി, 1 വർഷം പോലും തികഞ്ഞിട്ടില്ല. അതിനു മുന്നേ തന്നെ മാക്സിമം ആളുകളുടെ വെറുപ്പ് സമ്പാദിച്ചു കഴിഞ്ഞു. മാറ്റത്തിന് വേണ്ടി വന്നതാണ്. പക്ഷെ ആ മാറ്റം ഇപ്പൊ ജനങ്ങൾക്ക് അബദ്ധമായി പോയോ എന്ന് ചിന്തിക്കും. ഇനിയിപ്പോ എന്താണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് ഇവർക്ക് കിട്ടും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, തീർച്ചയായിട്ടും കിട്ടില്ല. കാരണം അവരെ അപമാനിച്ചു എന്ന് കൂടി പറയുന്നുണ്ട്. ആ അപമാനിച്ചതിന് മാപ്പ് പറയാൻ അതായത് മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. പക്ഷെ മുഖ്യമന്ത്രി അവരുടെ കാര്യം മാത്രം മിണ്ടുന്നില്ല. അത് എന്തുകൊണ്ട് മിണ്ടുന്നില്ല? നമുക്കറിയാം, നമ്മൾ 2018 ഇത്രയും വലിയൊരു പ്രളയം വന്ന ടൈമില് നമുക്ക് അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ. ഇപ്പൊ ഈ റീസെന്റ് പത്തനംതിട്ടയിൽ വന്നപ്പോഴും അവരുടെ ഈ വിഴിഞ്ഞത്തുനിന്ന് ഒരുപാട് ബോട്ടുകൾ അതുപോലെ പോയിട്ടുണ്ട്. നൈറ്റിലൊക്കെ ഭയങ്കര അതായിരുന്നു, ബോട്ട് പോയിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ അവിടെ പോയി നിൽക്കണ്ടായിരുന്നു ആ ബോട്ടില്. ഇതൊക്കെ ഒരു കാഴ്ചയാണ്. കാരണം ആ 2018 ഇവരുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ആ സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. ശരിയാ. അതുപോലെ തന്നെ ഇപ്പൊ ബോട്ടിലൂടെ ഇങ്ങനെ പോകുന്ന പല ആളുകളുടെയും ആ ഒരു സമയത്ത് നമ്മൾ വാർത്തയിലൂടെ കണ്ടതാണ്. കേവലം മത്സ്യത്തൊഴിലാളികൾ എന്ന ലെവല് മാത്രം അവരെ നമ്മൾ അടിച്ചു താഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. അവരും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹരായിട്ടുള്ള ആള് തന്നെയാണ്. അവരെ പിന്നെ വേറൊരാളുണ്ട്, എന്തിനാണ് ആ കടലിൽ ഈ സമയത്ത് പോയെന്ന്. ഈ സമയത്ത് കടലിൽ പോകാൻ പാടില്ല എന്ന് അവർക്ക് ആരും അവരോട് പറഞ്ഞിട്ടില്ല. റെഡ് അലേർട്ട് കൊടുത്തിട്ടില്ല, യെല്ലോ അലേർട്ട് കൊടുത്തിട്ടില്ല, പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയെങ്കിൽ അവര് തെറ്റ് പറയാം. പക്ഷെ എന്നിട്ടും അവർ പോകുമ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കേണ്ട ആവശ്യം നമുക്കുണ്ടല്ലോ. ഇപ്പൊ 5 ദിവസമായി അവരെവിടെ പോയെന്ന് അറിയത്തില്ല. ഇവിടുത്തെ മുഖ്യമന്ത്രി അതിന്റെ ഇടയ്ക്ക് അവിടെ പോകുന്നുണ്ട്. പക്ഷെ ആ വഴി കൂടെയല്ലേ പോകുന്നത്, ഈ സമരം നടത്തുന്ന ഈ കൂടെയല്ലേ പോകുന്നത്. ഒന്ന് നിർത്തി ഒന്ന് സമാധാനിപ്പിക്കാമല്ലോ. തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അപ്പൊ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ച ഉടനെ കേസാ. ജനാധിപത്യ നാടാണ്. ഇപ്പൊ ഇതുപോലെ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷവും 10 വർഷവും നമ്മുടെ ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. അദ്ദേഹത്തെ ഇവിടുത്തെ ഒരു ഇൻഫ്ലുവൻസർ പോലും പറയാത്ത ചീത്തകളില്ല. അങ്ങനെയാണെങ്കിൽ ജയിലിൽ കിടക്കുന്ന എണ്ണം കൂടിപ്പോവും. ഒരു അറസ്റ്റ് പോലും വന്നിട്ടില്ല. അറസ്റ്റ് വന്നിട്ടുണ്ട്, പക്ഷെ എന്താന്ന് വെച്ചാൽ കേസ് വന്നിട്ടുണ്ട്. ഗവൺമെന്റ് അധികൃതർ അദ്ദേഹത്തെ വിമർശിച്ച കേസ് ഉണ്ടായിരുന്നു, അല്ലാതെ സാധാരണക്കാരെ വിമർശിച്ച കേസൊന്നുമില്ല. പക്ഷെ ഇപ്പോ ഒരു സാധാരണക്കാരനെ വിമർശിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കി അദ്ദേഹത്തെ ട്രാക്ക് ചെയ്ത് അറസ്റ്റിലാക്കിയേക്കുന്നത്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു ഇവിടെ? ഇനി കിടക്കുന്നേ ഉള്ളൂ.